ഇന്ത്യൻ ഫിൻടെക് രംഗത്തെ വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഉത്തരവ് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റുകൾ, അതിന്റെയൊക്കെ ഭാവി എന്താണ്? നമ്മൾ പേടിഎം യൂസേഴ്സിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്കുണ്ടാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ഇനി ബാങ്കിങ് ഓപ്പറേഷൻസ് നടത്താൻ പാടില്ല. അതായത് പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ പാടില്ല, പുതിയ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ പാടില്ല, ബാങ്കിങ് ഓപ്പറേഷൻസ് ഗ്രാജുവലി ഷട്ട് ഡൗൺ ചെയ്യണം. ഇതൊരു ടെമ്പററി ആക്ഷൻ അല്ല, ഒരു പെർമനന്റ് ആക്ഷൻ ആണ്. ഇതൊരു സഡൻ ഡിസിഷൻ അല്ല. RBI റിപ്പീറ്റഡ് വാർണിംഗ്സ് കൊടുത്തിരുന്നു. കംപ്ലൈൻസ് ഇഷ്യൂസ്, KYC പ്രോബ്ലംസ്, ഗവേണൻസ് ഫെയിലേഴ്സ്, അങ്ങനെ നീണ്ടുപോകുന്നു വന്നില്ല. ഉദാഹരണത്തിന് സെയിം പാൻ നമ്പറിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വരെ പേടിഎം അലോ ചെയ്തിരുന്നു. സോ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്തപ്പോൾ RBI സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തു. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട്, നമ്മുടെ ഫണ്ട് സേഫ് ആണ്? യെസ്, RBI കൺഫേം ചെയ്തിട്ടുണ്ട്. ബാങ്കിന് കസ്റ്റമേഴ്സിന് റീപേ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ട്, ബട്ട് ബാങ്ക് ഗ്രാജുവലി ക്ലോസ് ചെയ്യും. ഇനിയുള്ള പ്രധാനപ്പെട്ട ഡൗട്ട്, ഇതെങ്ങനെ പേടിഎം യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പേടിഎം അഥവാ 197 കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. പേടിഎമ്മും പേടിഎം പേയ്മെന്റ്സ് ബാങ്കും തമ്മിൽ ഡയറക്റ്റ് എക്സ്പോഷർ ഇല്ല. അവർ തമ്മിൽ സിഗ്നിഫിക്കന്റ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇല്ല. അതുമാത്രമല്ല, ബോർഡ് ലെവൽ കൺട്രോൾ പോലുമില്ല. ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്, കമ്പനി തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 2024 മാർച്ച് 31 തന്നെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് അവർക്ക് കാര്യമായ ഫിനാൻഷ്യൽ ഡാമേജും ഇല്ല. ഇനിയുള്ള പ്രധാനപ്പെട്ട ഡൗട്ട്, പേടിഎം ആപ്പ് വർക്ക് ചെയ്യുമോ? കമ്പനി തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്, പേടിഎം ആപ്പ്, പേടിഎം UPI, പേടിഎം ഗോൾഡ്, പേടിഎം മണി, സൗണ്ട് ബോക്സ്, കാർഡ് സ്വൈപ്പിംഗ് മെഷീൻസ് എല്ലാം പ്രോപ്പറായി വർക്ക് ചെയ്യും. ബാങ്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും പേടിഎം ആപ്പ് എക്കോസിസ്റ്റം ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ബ്രാൻഡ് എത്ര വലുതാണെങ്കിലും ഗൈഡ് ലൈൻസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ RBI സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. ഫിനാൻസ് ലോകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് ആൻഡ് കംപ്ലയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഫിനാൻസ് അപ്ഡേറ്റുകൾക്ക് ചാനൽ ഫോളോ ചെയ്യുക. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.